ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ അച്ചടക്കമുള്ള പാണക്കാട് കുഴപ്പമില്ലാതെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുയായികളാണ്. ഒരു കാരണവശാലും ഇവിടെ ഇപ്പൊ ഒരു സംഘർഷം നിൽക്കണ്ട. ഇത് ലോകം അവസാനിക്കുന്ന ദിവസമല്ല. സന്ദീപ് ഇവിടെ തന്നെയുണ്ട്. ഈ പറഞ്ഞ കടപ്പുറം ഇവിടെ തന്നെയുണ്ട്. ഈ എറിഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഭൂമിയിലുണ്ടെങ്കിൽ നമ്മളെ നടപടി എടുത്തിരിപ്പിക്കും. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ഉണ്ടാക്കിയത് ഒരു ചെറിയ വിജയമൊന്നുമല്ല. ആകെ കിട്ടിയ 20 ദിവസം കൊണ്ട് അത്ഭുതം കാട്ടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ ചക്കയും പിടിച്ച് നാട് നീളെ അലഞ്ഞതിനു ശേഷം ഇപ്പൊ പറയുകയാണിത്. എനിക്ക് 20 ദിവസം കൊണ്ട് മാജിക് കാണിക്കാൻ പറ്റില്ല എന്ന്. സത്യം പറഞ്ഞാൽ തോറ്റു എന്ന് തുറന്ന് സമ്മതിക്കാൻ വയ്യ. അതുതന്നെയാണ് കാരണം. എന്നാൽ തൃക്കരിപ്പൂരിൽ അത്ഭുതം കാട്ടിയവനാണ് ഇതേ 20 ദിവസം കൊണ്ട് സന്ദീപ് വാര്യർ. BJPയിൽ നിന്നും കോൺഗ്രസിന് കൈകൊടുത്ത് സന്ദീപ് തുടക്കം കുറിച്ചത് വലിയൊരു പോരാട്ടത്തിനുമായിരുന്നു. ആ പോരാട്ടത്തിന്റെ ബലമാണ് വോട്ടെണ്ണിയപ്പോൾ നമ്മൾ കണ്ടത്. കോൺഗ്രസിൽ നിന്നും BJPയിൽ പോയി ഇതാ ഇപ്പൊ ശരിയാക്കി തരാം, MLA ഒരു വരവ് ഞാനങ്ങ് നിയമസഭയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂരിൽ അപ്പന്റെ പേരും പറഞ്ഞിറങ്ങിയ പത്മജ പോലും തോറ്റു തുന്നം പാടിയപ്പോൾ അനിൽ ആന്റണി ആ വഴിക്ക് കാണാനേ ഉണ്ടായില്ല എന്നത് മറ്റൊരു സത്യം. എന്നാൽ പാർട്ടി കോട്ടയായ തൃക്കരിപ്പൂരിൽ ഇത്തരമൊരു വിജയം CPM-ന് ഒട്ടും ബോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വിജയാഘോഷ പരിപാടിയിലേക്ക് കല്ലേറും സംഘർഷവും ഒക്കെയായി ഗുണ്ടാപ്പട പോലെ കമ്മിപ്പട ഇറങ്ങി. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. നമ്മൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുയായികളാണ്. ഒരു കാരണവശാലും ഈ സംഘർഷത്തിന്റെ ഭാഗമായി അക്രമത്തിലേക്ക് നീങ്ങരുത് എന്ന് സന്ദീപ് വാര്യറായ ഞാൻ ഇനിയും ഇവിടെയുണ്ട്, എങ്ങോട്ടും പോകുന്നില്ല, തൽക്കാലം നമ്മൾ പിരിയണമെന്ന സന്ദേശമാണ് സന്ദീപ് വാര്യർ ആ കല്ലേറുകൾക്കിടയിലും നൽകിയത്. ആ രംഗങ്ങളാണ് നമ്മൾ ആദ്യമേ കണ്ടതും. ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്തി അട്ടിമറി വിജയവുമായി UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ മുന്നേറുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിന് പുതിയൊരു ചരിത്രമാണ് ഉണ്ടാക്കുന്നത്. ശക്തമായ പോരാട്ടം നടന്ന തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ 4431 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സന്ദീപ് വാര്യർ വിജയിച്ചത്. പ്രചാരണ വേളയിൽ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിലും അതെല്ലാം അതിജീവിച്ച് മണ്ഡലം തിരിച്ചു പിടിക്കാനായത് UDF ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് ഉയർത്തിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ എന്നത് ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ബാലികേറാ മലയല്ല എന്ന് സന്ദീപ് വാര്യർ തെളിയിച്ചും കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF കാഴ്ചവെച്ച മികച്ച പ്രകടനം നിയമസഭയിലും ആവർത്തിക്കാനാകുമെന്ന ആത്മവിശ്വാസം സന്ദീപ് വാര്യർ മുൻപേ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായി 2 തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ UDF-ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ തൃക്കരിപ്പൂർ ഒരു ബാലികേറാ മലയല്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഫലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നേടിയ 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ലീഡ് നൽകിയ വലിയ ഊർജ്ജമാണ് സന്ദീപിനെ ഈ വിജയത്തിലേക്ക് നയിച്ചത്. മണ്ഡലത്തിലെ വോട്ടർമാർ മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്ന് സന്ദീപ് വാര്യർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. വികസന മുരടിപ്പിനെതിരെയുള്ള ശക്തമായ ജനവികാരമാണ് ഇവിടെ പ്രതിഫലിച്ചതും. ചില പ്രത്യേക മേഖലകളിൽ മാത്രം കേന്ദ്രീകരിച്ച വികസന പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു. തീരദേശവും ഇടനാടും മലനാടും ഉൾപ്പെടുന്ന സമഗ്രമായ വികസന പദ്ധതിയാണ് UDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. 1ാം നിര നേതാക്കളുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടത്തിയ പര്യടനത്തിൽ വികസന മുരടിപ്പിന്റെ നേർചിത്രവുമാണ് കാണാൻ സാധിച്ചത്. ഈ നാടിന്റെ പുരോഗതിയും ജനക്ഷേമവുമാണ് വരും ദിവസങ്ങളിൽ തന്റെ പ്രധാന ലക്ഷ്യമെന്നും സന്ദീപ് വാര്യർ വിജയാഘോഷത്തിനിടയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മണ്ഡലത്തിലെ വികസനത്തിനായി സന്ദീപ് വാര്യർ മുന്നോട്ട് വെക്കുന്ന കർമ്മ പദ്ധതികൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. 10 വർഷമായി കോടികൾ ചെലവാക്കിയിട്ടും യാഥാർത്ഥ്യമാകാത്ത ചീമേനി IT പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നത് ഇതിൽ പ്രധാനമാണ്. തകർന്നു കിടക്കുന്ന ചുറ്റുമതിലും ഗേറ്റും നിലവിലുള്ള അവസ്ഥയ്ക്ക് അടിയന്തരമായി മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കൂടാതെ നൂതന സംരംഭങ്ങൾക്കായി പ്രത്യേക സ്റ്റാർട്ടപ്പ് പാക്കേജുകൾ അനുവദിക്കാനും തൃക്കരിപ്പൂർ നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാസ്ത്രീയമായ പരിഹാരം കാണാനും ഒക്കെ അദ്ദേഹം പദ്ധതിയിട്ടിട്ടുണ്ട്. യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി കൂടുതൽ KSRTC സർവീസുകൾ ആരംഭിക്കാനും ഇങ്ങനെ തുടങ്ങി ഒരു നിര പദ്ധതികൾ തന്നെ അദ്ദേഹം കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.